പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്ന് എന്നേക്കും തന്നെ. ആമേൻ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും വീണ്ടും വരുമെന്ന് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ധ്യാന വിഷയം എന്നത് സാക്ഷ്യം എന്നതാണ്. സാക്ഷ്യം, നാം നേരിൽ കണ്ട കാര്യങ്ങൾ സത്യസന്ധമായി മറ്റൊരാളോട് പറയുന്ന പ്രക്രിയയാണ് സാക്ഷ്യം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സാക്ഷ്യം എന്നത് അനുഭവത്തിൽ ലഭിച്ച കൃപാവരങ്ങളാണ്. ഒരു വിശ്വാസി വിശ്വസിച്ചുകൊണ്ട് അവൻ തൻ്റെ രക്ഷിതാവിൽ ശരണപ്പെട്ട് ആവശ്യപ്പെട്ട കാര്യങ്ങൾ സാധിച്ചു കിട്ടിയത് മറ്റുള്ളവരുടെ അടുത്ത് വെളിപ്പെടുത്തുന്നതാണ് സാക്ഷ്യം. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അവളുടെ സാക്ഷ്യത്തിൻ്റെ കേന്ദ്രബിന്ദു എന്നത് ക്രിസ്തുവാണ്, യേശു ക്രിസ്തു. സാക്ഷ്യത്തിൻ്റെ അനന്തമായ ശക്തി പരിശുദ്ധാത്മാവാണ്. നമുക്കിങ്ങനെ പാടാം: പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു, അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. സാക്ഷികൾ നാം ഓരോരുത്തരുമാണ്. അതായത് ക്രിസ്ത്യാനികൾ, അതായത് വിശ്വാസികൾ. നമുക്ക് ലഭിച്ചിട്ടുള്ളതായ ഓരോ കൃപാവരങ്ങളുടെയും സാക്ഷികളാണ് നാം ഓരോരുത്തരും. ഇന്നത്തെ കാലത്ത് ലഭിച്ച കൃപാവരങ്ങളെല്ലാം തൻ്റെ സ്വന്തം കഴിവുകൾ കൊണ്ട് എടുത്തതാണ് എന്ന് പറയുന്നവരുടെ ഇടയിലാണ് നാം ജീവിക്കുന്നത്. അങ്ങനെ പറയുന്നവരുടെ, വിശ്വസിക്കുന്നവരുടെ ആ കൃപാവരങ്ങൾ അല്പകാലത്തേക്ക് മാത്രമേ കാണുകയുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. അത് മനസ്സിലാക്കി ജീവിക്കുന്നവർ തനിക്ക് ലഭിച്ച കൃപാവരങ്ങൾക്കായി തൻ്റെ സൃഷ്ടാവിനെ സ്തുതിക്കും, നന്ദി അർപ്പിക്കും. അവൻ ഒരു നാളും തകർന്നു പോകുകയില്ല. വിശ്വാസം മുറുകെ പിടിക്കും. അങ്ങനെ വിശ്വാസം മുറുകെ പിടിക്കുന്നവർ ചെയ്യുന്നത്, നമുക്കൊരു പാട്ട് പാടാം: കുരിശെടുത്തേനേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ, കുരിശെടുത്തേനേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ. താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല എന്ന് അവൻ വളരെ വിശ്വാസത്തോടു കൂടി പറയും. അവനോടൊപ്പം യേശു ക്രിസ്തു എപ്പോഴും ഉണ്ടാകും, യാതൊരു സംശയവുമില്ല. ശിഷ്യന്മാരോടൊപ്പം 3.5 വർഷം പരസ്യ ശുശ്രൂഷ നടത്തിയതിന് ശേഷം നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ക്രൂശ് കൊണ്ടും സ്വീകരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് 40 ദിവസം കൂടി ആ ശിഷ്യന്മാരോടൊപ്പം കഴിഞ്ഞ് ശേഷം സ്വർഗാരോഹണം ചെയ്ത ക്രിസ്തുവിൻ്റെ അവസാന വാക്കുകൾ എന്തായിരുന്നു എന്ന് നമുക്ക് ഒന്ന് നോക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 8-9 വാക്യങ്ങൾ. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റങ്ങളോളം എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ ശേഷം അവർ കാണെ അവൻ ആരോഹണം ചെയ്തു. ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു എന്ന് നമുക്ക് ഈ വേദഭാഗത്ത് കാണുവാൻ സാധിക്കും. ഈ അവസാന വാക്കുകൾ ശിഷ്യന്മാരുടെ സാക്ഷ്യമാണ്. കാരണം അവർ നേരിട്ട് കണ്ട കാര്യമാണ്. അതിനുശേഷം യേശു ആരോഹണം ചെയ്തു. അതിനും സാക്ഷികൾ അപ്പോസ്തലന്മാർ തന്നെ ആയിരുന്നു. ഒലിവുമല എന്ന സ്ഥലം യെരുശലേമിൽ നിന്നും ഒരു ദിവസത്തെ വഴി ദൂരത്താണ്. അതായത് ഒരു ശബത്ത് ദിവസത്തെ വഴി ദൂരം. അവിടെ നിന്നും നമ്മുടെ കർത്താവ് സ്വർഗാരോഹണം ചെയ്തു എന്നുള്ള വിവരം നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. നമുക്ക് സാക്ഷ്യം പറയത്തക്ക അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. ഇല്ല എങ്കിൽ നമ്മൾ ആകൽക്കർത്തായുടെ
പിടിയിൽ ആണ് എന്ന് നാം വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. യാഥാർത്ഥ്യം നാം സ്വയം മനസ്സിലാക്കുക. സാക്ഷികൾ എന്നതും സാക്ഷ്യം എന്നതും രണ്ടും രണ്ടാണ്. യോബിന്റെ കഷ്ടതയിൽ അവൻ പല സാക്ഷ്യങ്ങളും പറയുന്നുണ്ട് എന്ന് അവന്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. യേശുവിൻ്റെ വിചാരണ നടക്കുന്ന സമയത്ത് അവനെതിരായി പലരും സാക്ഷ്യം പറഞ്ഞു, അതായത് കള്ളസാക്ഷ്യം. എനിക്ക് ഇവിടെ പറയുവാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരുടെയും നമുക്ക് കിട്ടിയിരിക്കുന്നതായ ആ കൃപാവരങ്ങൾക്ക് വേണ്ടി നാം അവനെ സ്തുതിക്കുകയും ആരാധിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നുവെങ്കിൽ നമ്മളുടെ ജീവിതത്തിലെ ഓരോ നല്ല കാര്യങ്ങളും അതൊരു സാക്ഷ്യമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. നമ്മുടെ കുടുംബാംഗങ്ങളോട് നമുക്ക് പറയുവാൻ സാധിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ മുമ്പോട്ട് നയിക്കുവാൻ നമുക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ നാടിനും സഭയ്ക്കും നമ്മൾ ഒരു അസറ്റായിട്ട് മാറും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെ ഒരു മാതൃകയുള്ളവരായി ഈ ലോകത്തിൽ ജീവിക്കുന്നുവെങ്കിൽ ദൈവം നമ്മുടെ ബാക്കിയുള്ള ജീവിതം സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ജീവിക്കുവാൻ നമ്മളെ അനുഗ്രഹിക്കും. അതിനായിട്ട് നമുക്ക് ഇടപെടാതെ പ്രാർത്ഥിക്കാം, നല്ല പ്രവൃത്തികൾ ചെയ്യാം, സൽപ്രവൃത്തികൾ ചെയ്യാം. മാതാപിതാക്കളെയും പുരോഹിതന്മാരെയും ബഹുമാനിക്കുക. അതാണ് നാം ഏറ്റവും ആദ്യമായി ചെയ്യേണ്ടതായ കാര്യങ്ങൾ. അതിൽ ആ അഭിഷിക്തനെ ബഹുമാനിക്കുകയും മാതാപിതാക്കളെ അനുസരിക്കുകയും ചെയ്യുന്നവർ ഒരു കാലത്തും തെറ്റിലേക്ക് വീണുപോകുകയില്ല എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.